എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഡോളോമൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ പലരും പല സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഡോളോമൈറ്റ് ആണോ അതായത് കുമ്മായമാണോ നല്ലത്. അപ്പോൾ ഈ ഡോളോമൈറ്റും കുമ്മായം ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിലെ pH ലെവൽ കറക്റ്റ് ചെയ്യാനായിട്ടാണ്. അതായത് അസിഡിറ്റി കൂടുതലുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മളുടെ ചെടികൾക്ക് ഈ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ നിരവധിയായ കീടബാധയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് pH ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഈ ഡോളോമൈറ്റ് അതുപോലെ നീറ്റുകക്ക കുമ്മായമാക്കി തൂളി കൊടുക്കുന്നത്. അപ്പോൾ ഒരു മരത്തിന് നമ്മൾ വളം ഇടുന്നതിന് മുമ്പായിട്ട് ഡോളോമൈറ്റോ കുമ്മായോ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മെയിനായിട്ട് ഡോളോമൈറ്റിനെയാണ്. ഡോളോമൈറ്റ് നിലവിൽ നമുക്ക് ഒരു മരത്തിന് ഇപ്പോൾ ഒരു 3-4 വർഷമായ ഒരു മരമാണെങ്കിൽ, ഇപ്പോൾ ജാതി ആണെങ്കിലും അതായത് റംബൂട്ടാനൊക്കെ ആണെങ്കിലും അതിന് ഒരു 1/2 കിലോ വെച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഡോളോമൈറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നു? അത് ഉണ്ടാവുന്നത് ശരിക്കും ഒറീസ, രാജസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. ഈ ലോകത്തിന്റെ പ്രൊഡക്ഷനിൽ ഒരു 50-60% അവിടെ നിന്നാണ്. അപ്പോൾ ഈ സാധനം പാറയിൽ നിന്നും പൊടിച്ചെടുക്കുന്നതാണ്, ഖനനം ചെയ്ത്. അപ്പം ഓരോ മടകള്, അതായത് വലിയ കോറി പോലത്തെ സംഭവങ്ങളുണ്ട്, അവിടെ സംഭവം കട്ട് ചെയ്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സാധനം, വലിയ പാറകൾ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡോളമൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിന് ശേഷം നമുക്ക് വളം ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതിന്റെ ഒപ്പം വളം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ കുമ്മായം ആണെങ്കിൽ പറഞ്ഞ് 10-15 ദിവസം എടുക്കും. ഈ കുമ്മായത്തിന്റെ വേറൊരു ന്യൂനത എന്താ വെച്ചാൽ നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മണ്ണിര, സൂക്ഷ്മ ജീവികള് മണ്ണിലുള്ളത് ഒക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഡോളമൈറ്റ് ഇടുകയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നുമില്ല. അതായത് സൂക്ഷ്മജീവികളോ അങ്ങനെയുള്ള അതിനെയൊന്നും എഫക്ട് ചെയ്യില്ല. നല്ല രീതിയിൽ സൂക്ഷ്മജീവികൾക്കൊക്കെ വളരാനുള്ള സാഹചര്യം ഇതുകൊണ്ട് ഉണ്ട്. പക്ഷെ മറ്റേ കുമ്മായം ആണെങ്കിൽ പറഞ്ഞ കൂട്ട് നശിച്ചു പോകാൻ സാധ്യത, നശിച്ചു പോവും, മണ്ണിര വരെ നശിച്ചു പോവും. അപ്പോൾ നമുക്ക് ഡോളമൈറ്റ് ഇപ്പൊ പൊതുവെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡോളമൈറ്റ് ആണ്. ആ ഡോളമൈറ്റ് ഉപയോഗിക്കുന്നതിൽ വേറൊരു കാര്യം, അതിന് വിലയും കുറവാണ്. ഇപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡോളമൈറ്റ് ആണെങ്കിൽ ഒരു 12 രൂപ, കുറഞ്ഞ ക്വാളിറ്റി ആണെങ്കിൽ ഒരു 8 രൂപ, ആ രീതിയിലാണ്. അപ്പോൾ ഇതിന്റെ കളറുകൾ ഒരു 3-4 കളറുകളിൽ വരുന്നുണ്ട്. അത് വൈറ്റ് ഉണ്ട്, ഡാർക്ക് ഒരു മണ്ണിന്റെ കളർ പോലെ ഗ്രേ കളറ്, പിന്നെ ബ്ലൂ കളറിലുണ്ട്, അങ്ങനെ ഒരു പിങ്ക് കളറ്. അപ്പൊ ഇത് പല ഉപയോഗങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ പെയിന്റ് വ്യവസായം, സെറാമിക്, അങ്ങനെയുള്ള പല വ്യവസായത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് അഗ്രികൾച്ചർ യൂസിനുള്ളതാണ്. ഇതാണ് ഡോളമൈറ്റ്. ഇത് 2 കളറിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയപ്പോൾ വൈറ്റ് കളറായിരുന്നു. ഇതിപ്പോ ചെറിയൊരു ടാൻ കളർ പോലത്തെ ഗ്രേ കളറ്. അപ്പോൾ ഇത് ക്വാളിറ്റിയിലൊന്നും വ്യത്യാസമില്ല. അത് പല പാറകളുടെ ഒരു കളറിലെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഒരു റംബൂട്ടാൻ മരം, വലിയ റംബൂട്ടാൻ മരം ഇപ്പൊ കായൊക്കെ ആയി കിടക്കുന്നുണ്ട്. നല്ല മഴയുള്ള സമയമാണ്. മഴ ഇപ്പൊ മാറി നിൽക്കുന്നുണ്ട്. കുറച്ച് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ചെറിയ മഴ കുറവുണ്ട്. അപ്പൊ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഈ മണ്ണിൽ നിന്ന് ഇതിന്റെ കാൽഷ്യം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒലിച്ചു പോയുണ്ടാവും, മഗ്നീഷ്യം അങ്ങനെയുള്ള. അപ്പൊ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റംബൂട്ടാൻ കായ്കൾക്ക് കൊഴിച്ചിൽ കൂടുതലായിരിക്കും. ഈ റംബൂട്ടാൻ കായകൾ കൊഴിച്ചിൽ കൂടുതലുണ്ടെങ്കിൽ ഇതൊരു 1/2 കിലോ ഇട്ട് കൊടുക്കുക, തൂളി മോളികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒരു പരിധി വരെ ഈ കായ കൊഴിച്ചിലുണ്ടെങ്കിൽ അത് തടയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ഇട്ട് കൊടുക്കാനാണ്. ഈ അസിഡിറ്റി കൂടുമ്പോഴാണ് കായ കൊഴിച്ചിലൊക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും ഒരു മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു ദോഷമില്ല. ഇതിൻ്റെ കടയോടൊക്കെ ചേർത്തിടാം, അങ്ങനെയുള്ള പ്രശ്നമില്ല. കുമ്മായം ആകുമ്പോൾ കടയോട് ചേർത്തിടാൻ പറ്റില്ല. ഇത് പിന്നെ ഈ മണ്ണിൽ തന്നെ കിടന്നോളും, ആവശ്യത്തിന് ഇത് വലിച്ചെടുത്തോളും. ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. നമ്മളുടെ ഈ കായകൾക്കൊക്കെ അത്യാവശ്യം വലിപ്പമൊക്കെ കൂടി വരും. അതുപോലെ തന്നെ ഇതിലുള്ള മണ്ണിലുള്ള എല്ലാ മൈക്രോ ന്യൂട്രിയൻസ്, സൂക്ഷ്മമൂലകങ്ങൾ ഒക്കെ വലിച്ചെടുക്കാൻ, അതായത് മണ്ണിലുള്ള സൂക്ഷ്മമൂലകങ്ങളൊക്കെ വലിച്ചെടുക്കാൻ അതായത് pH ലെവൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സഹായിക്കും. അപ്പോൾ അതിൻ്റെ ഗുണം നമ്മളുടെ കായകൾക്കും ചെടിക്കും ഒരുപോലെ ഉണ്ടാവും. ആ കായ കൊഴിച്ചിലിനെ തടയാനൊക്കെ ഇത് നമ്മളെ സഹായിക്കും. അതിനാണ് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. നമ്മളിതിപ്പോൾ മെയ് 30-ാം തീയതിയാണെന്ന്.
2024. എൻ്റെ റംബൂട്ടാൻ ചെടികളൊക്കെ അത്യാവശ്യം കായകളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ചെറിയ കൊഴിച്ചിൽ ഈ ശക്തമായ മഴയിലുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ഡോളമേറ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ഇത് ചെറുതായിട്ട് പഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്, 1-2 എല്ലാ മരത്തുമേയല്ല. ഇപ്പോൾ മരത്തിൽ കായകളൊക്കെ വലിയ തരക്കേടില്ലാത്ത രീതിയിലൊക്കെ കായകളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നാലും കൊഴിച്ചിലുണ്ട് കുറച്ചൊക്കെ. അതിശക്തമായ മഴയാണ് പ്രശ്നം. അപ്പോൾ ഈ മഴയ്ക്ക് ഈ കായ്ക്കൊക്കെ ഒരു തുടുപ്പും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മളുടെ ഈ ഡോളമേറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് സഹായിക്കും. അപ്പോൾ അതിനാലാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ശക്തമായ മഴയുള്ള സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കരുത്. ഇന്നിപ്പോൾ വലിയ മഴയില്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കായകളൊക്കെ കാണാം, എല്ലാ മരത്തുമേയും കായകളായി കിടക്കുന്നുണ്ട്. കായകൊഴിച്ചിൽ ഉണ്ടാകുന്നതിന് ഈ മണ്ണ് ഒലിച്ച് പോകുന്നുണ്ടെങ്കിലാണ് കൂടുതലായിട്ട് കായകൊഴിച്ചിൽ വരുന്നത്. കാരണം അതിൻ്റെ മുകളിലുള്ള വളങ്ങൾ, അതായത് മഗ്നീഷ്യം ലെവലൊക്കെ താഴ്ന്നു പോകും. മഗ്നീഷ്യം കാൽഷ്യമൊക്കെ ഒലിച്ചു പോയി കഴിയുമ്പോഴാണ് ആ ഒരു ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഡോളമേറ്റിൻ്റെ യൂസ് ശരിക്കും അതായത് pH ലെവല് കറക്റ്റ് ചെയ്യുക മാത്രമല്ല, അതിലടങ്ങിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, അതുപോലെ സിലിക്ക, അലുമിനിയം, അങ്ങനെ ഒരു 3-4 കണ്ടന്റുകൾ, മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. അതുകൂടി നമ്മൾ കണക്ക് കൂട്ടണം. അപ്പോൾ അതനുസരിച്ച് നല്ല മഴയുള്ള സമയത്ത് ഇട്ട് കൊടുക്കരുത്, ഒലിച്ചു പോകും. അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന ദിവസങ്ങളിൽ നോക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ദിവസം കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ളത് കിട്ടിക്കോളും. നമ്മളുടെ ഡോളമേറ്റ് നമ്മളുടെ ശരിക്കും അസിഡിറ്റി മാറ്റിയിട്ട് ആൽക്കലൈൻ രൂപത്തിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. അസിഡിറ്റി, ആ മണ്ണിൻ്റെ അസിഡിറ്റി ലെവൽ ചേഞ്ച് ചെയ്യിക്കും. അതാണ് പ്രധാനമായും അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ റംബൂട്ടാൻ ചെടിയുടെ കായ നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ട്. റംബൂട്ടാൻ്റെ കായ കൊഴിച്ചിൽ സ്വാഭാവികമായിട്ട് മരങ്ങളുടെ കുറേ കായകൾ കൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ അതിതീവ്ര മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മഴക്കാലത്താണ് കൂടുതലായിട്ട് കൊഴിച്ചിൽ കാണുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്രതിരോധിക്കാൻ ഫംഗൽ ബാധയൊക്കെ ആണെങ്കിൽ നമുക്ക് സാഫ് അടിച്ചു കൊടുക്കാം. 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ. പിന്നെ ഈ ഡോളമേറ്റ് അതുപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ഈ കൊഴിച്ചിലൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും. നമ്മുടെ റംബൂട്ടാൻ ചെടികളിൽ ഒന്ന് നിങ്ങൾക്ക് കാണാം അത്യാവശ്യം കായകളൊക്കെ പിടിച്ചിരിക്കുന്നത്. നമ്മളുടെ കറക്റ്റായിട്ടുള്ള പരിചരണം കൊണ്ട് മാത്രമാണ് ഇതുപോലെ കിട്ടിയിരിക്കുന്നത്. ഒരു പരിധി വരെ ഇപ്പോൾ കാലാവസ്ഥ വളരെ കർഷകരെ ചതിച്ചിട്ടുണ്ട്. കാരണം പലർക്കും കായകൾ പിടിക്കാതെ, എനിക്കുണ്ട് ഒരു 2-3 മരം കായ് കുറച്ചുണ്ടായിട്ടുള്ളൂ, തീരെ കായ് കുറവാണ്. പക്ഷേ കൂടുതലും ഒരു മരങ്ങളിൽ എല്ലാത്തിനും തന്നെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇപ്പം മഴ ശക്തമായിട്ട് പെയ്യുമ്പോൾ മാത്രമാണ് ചെറിയ കായ ഒഴിച്ചിലൊക്കെ കാണുന്നത്. അപ്പോൾ അതിനൊന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഡോളമേറ്റ് ഇട്ട് കൊടുത്ത് അതിനെ സംരക്ഷിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ ഡോളമേറ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ ഇഷ്ടപ്രകാരം ഇട്ട് കൊടുക്കുന്നതല്ല. നമ്മൾ പല വിദഗ്ധരുമായിട്ട് ഫോണിൽ വിളിച്ചും അല്ലാതെയും സംഭാഷണങ്ങൾ വഴി അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ വഴിയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഹോം ഗ്രൗണ്ടിൽ വിളിച്ചിരുന്നു. അവർ മെയ് അവസാനത്തോടു കൂടി ഇത് ചെയ്യുന്നത് നല്ലതാണെന്നുള്ള ശുപാർശ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്താണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഒരു ഡിസിഷനല്ല. അപ്പോൾ ഇത് ചെയ്ത് പരിചയമുള്ള പലരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്കൊരിക്കലും ദോഷം വരില്ല, എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.